കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയോരത്ത് വൻ മരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. ഏലപ്പാറ മുസ്ലിം പള്ളിക്ക് സമീപത്താണ് റോഡിന് മുകളിലെ തിട്ടയിൽ ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന സ്ഥിതിയിൽ മരം നിൽക്കുന്നത്. മരത്തിന്റെ അപകടാവസ്ഥ നിരവധി തവണ മാധ്യമ വാർത്തയായതും അധികൃതരെ അറിയിച്ചതുമാണ്. എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ഏലപ്പാറ ടൗണിന് സമീപം മുസ്ലിം പള്ളിക്ക് എതിർവശത്തായാണ് വൻ മരം അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. വലിയ തിട്ടയ്ക്ക് മുകളിലാണ് മരം നിൽക്കുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മരത്തിന്റെ ചുവടുഭാഗത്തെ മണ്ണുകൾ അന്ന് ഇടിച്ചിരുന്നു. ഇതോടെയാണ് മരം കൂടുതൽ അപകട ഭീഷണിയിലായത്. ശക്തമായ മഴയോ കാറ്റോ ഉണ്ടായാൽ ഏത് നിമിഷവും മരം റോഡിലേക്ക് പതിക്കുന്ന അവസ്ഥയാണ്. മരത്തിന്റെ അപകടാവസ്ഥ നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചെങ്കിലും മരം വെട്ടിമാറ്റുവാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മാൽമരം കട്ടപ്പന റൂട്ടിൽ നിൽക്കുന്ന മരം എപ്പോഴും അപകടത്തിലാണ്. 2019 വെയിലും മാന്തിയും ഇതും പോയി എപ്പോഴും അപകടത്തിലാണ്. 36 kV ആണ്. അത് ചെമ്മണ്ണി നടന്ന പോലെ മിക്കാറും ചെമ്പടെ നടക്കാൻ മുസ്ലിം പള്ളി തൊട്ടപ്പോഴത്തേക്കും ആല ഇതുണ്ട്. അത് അധികാരം കണ്ടിട്ട് തീരുമാനം ഉണ്ടാക്കണം. ഇങ്ങോട്ട് മേലോട്ട് വന്നാൽ പച്ചപ്പാറ റോഡിലായിരിക്കും. താഴോട്ടാണ് കട്ടപ്പനയാണ്. അത് 36 kV പോകുന്നുണ്ട്. അത് അധികാരിയെ കണ്ടിട്ട് അത് നേരത്തെ തൊട്ട് പരാതി കൊടുത്തിട്ടുള്ളതാണ്. അത് ആയിട്ടില്ല. അത് ഈ കണ്ടെത്തി അത് പെട്ടെന്ന് മുറിച്ചു മാറ്റുന്നതാണ് പറയാനുള്ളത്. ഏലപ്പാറ ചെമ്മണ്ണ് റോഡിലൂടെ സഞ്ചരിച്ച ബൈക്ക് യാത്രികന്റെ ദേഹത്തേക്ക് മരം ഒടിഞ്ഞു വീണ് യാത്രികൻ മരണപ്പെട്ട സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഇതിന്റെ ഗൗരവം ബന്ധപ്പെട്ട അധികൃതർ മനസ്സിലാക്കി മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. പ്രധാന പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇതുവഴി കടന്നുപോകുന്നത്. മരത്തിന്റെ ചുവട്ടിൽ ആളുകൾ വാഹനങ്ങൾ നിർത്തിയിടുന്നുമുണ്ട്. കൂടാതെ വൈദ്യുതി ലൈനുകളും ഇന്റർനെറ്റ്, കേബിൾ TV അടക്കമുള്ളവയുടെ കേബിളുകളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. മരം കടപുഴകി വീണാൽ വലിയ അപകടമാവും ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.